ഉദാരവൽക്കരണ നയമാണ്. അതിൻ്റെ ഒരു തിക്തഫലമാണ് കർഷകർ അനുഭവിക്കുന്നത്. റബ്ബറിന് കൃഷിക്കാർക്ക് ന്യായവില ഉറപ്പാക്കിയിരുന്ന, വിപണിയിൽ ഇടപെടാൻ സർക്കാരിന് സാധിച്ചിരുന്ന നയമുണ്ടായിരുന്ന ഒരു കാലത്ത് ആ നയം അട്ടിമറിക്കപ്പെട്ടു. അത് അട്ടിമറിച്ചതോടെയാണ് ഈ പ്രശ്നം മിക്കവാറും ആസിയാൻ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചുങ്കം പൂർണ്ണമായും ഒഴിവാക്കിയാണ് രാജ്യത്തേക്ക് റബ്ബർ ഇറക്കുമതി 2005-2006 45,000 ടണ്ണാണ് ഇറക്കുമതി ചെയ്തത്. അത് തുടക്കത്തിലാണ്. ഇപ്പോൾ 5 ലക്ഷത്തിലധികം ടണ്ണാണ്. 45,000 ടൺ ഇറക്കുമതി ചെയ്ത സ്ഥാനത്ത് 5 ലക്ഷത്തിലധികം ടൺ ഇറക്കുമതിന് ഇടയുണ്ടായി. അതായത് ഏകദേശം 12 ഇരട്ടി ഇറക്കുമതി നടക്കുന്നു. 2021-22 റബ്ബർ ഉപഭോഗം 12 ലക്ഷം ടണ്ണായി വർദ്ധിച്ചു. ആഭ്യന്തര ഉത്പാദനം കുറയാതെ 5,60,000 ടണ്ണായി കുറഞ്ഞു. നമ്മുടെ നാട്ടിലെ ഒരു റബ്ബർ കർഷകന് ഹെക്ടർ ഒന്നിന് 25,000 രൂപയാണ് സബ്സിഡി ലഭിക്കുന്നത്. തായ്ലൻഡിൽ ഹെക്ടർ ഒന്നിന് 2,80,000 രൂപയാണ്. മലേഷ്യയിൽ 1,57,800 രൂപയാണ്. ശ്രീലങ്കയിൽ 64,700 രൂപയാണ്. ഇതിനോരോ രാജ്യം നൽകുന്ന സബ്സിഡി നൽകുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായി കേരളത്തിന്റെ അനുഭവം കേന്ദ്ര സർക്കാർ ഈ തുക നൽകുന്നില്ല എന്നതാണ്. ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചാൽ സ്വാഭാവിക റബ്ബറിന്റെ ഇറക്കുമതി നിയന്ത്രിക്കാനാവും. പക്ഷേ ആഗോള കരാറുകളുടെ ഭാഗമായതിനാൽ അത് സാധ്യമല്ല എന്നാണ് കേന്ദ്രം പറയുന്നത്. വ്യാവസായിക അസംസ്കൃത വസ്തുവായി പരിഗണിക്കുന്നത് മാറ്റി റബ്ബറിനെ കാർഷികോൽപ്പന്നമായി കണക്കാക്കാനും കേന്ദ്ര സർക്കാർ തയ്യാറാണ്. സ്വാഭാവിക പരുത്തിക്ക് ആണ്ടുതോറും ന്യായവില ഉയർത്തിക്കൊടുക്കാൻ തടസ്സമില്ല. പക്ഷേ റബ്ബറിന്റെ ഇറക്കുമതി മാത്രം നിയന്ത്രിക്കാൻ കഴിയില്ല. ഇതിനു പിന്നിലുള്ള പ്രധാന കാരണം രാജ്യത്തെ ടയർ നിർമ്മാണ കുത്തകകൾക്കായി റബ്ബറിന്റെ വില ഇടിച്ചു നിർത്തുക എന്ന ലക്ഷ്യം തന്നെയാണ്. റബ്ബർ കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയിലാവുമ്പോൾ ടയർ കമ്പനികൾ ഉള്ള ലാഭമാണ് കൊയ്യുന്നത്. ഉദാഹരണത്തിന് സംസ്ഥാനത്തെ പ്രമുഖ ഗ്രൂപ്പിന്റെ ടയർ കമ്പനിക്ക് 2013 സെപ്റ്റംബറിൽ ഉണ്ടായിരുന്ന സമാഹൃത മൂല്യം 3,645 കോടി രൂപയായി. ഇത് 2013 സെപ്റ്റംബറിലാണ്. എന്നാൽ 2023 മാർച്ച് ആയപ്പോൾ 14,590 കോടി രൂപയായി അത് ഉയർന്നു.
1645 നിന്ന് 14,500 കോടിയിലേക്കുള്ള വളർച്ച. ഇപ്പോൾ 10 വർഷം കൊണ്ട് സമാഹൃത മൂല്യം 4 ഇരട്ടിയാണ് ഉയർന്നത്. മറ്റൊരു പ്രധാന ടയർ കമ്പനിയുടെ വളർച്ച 5 ഇരട്ടി. ഇപ്പൊ 4ഉം 5ഉം ഇരട്ടി കമ്പനികളുടെ സമാഹൃത മൂല്യം ഉയർന്നു. റബ്ബർ കർഷകര് ദുരിതങ്ങൾ നേരിടുന്ന ഘട്ടത്തിൽ അതിനെ കൂടുതൽ ആഴത്തിലേക്ക് തള്ളിവിടുന്ന വെട്ടിപ്പാണ് ടയർ കമ്പനികൾ നടത്തുന്നത്. ഇത് അനധികൃതമായി ഏതെങ്കിലും വെളിപ്പെടുത്തൽ വന്നല്ല. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടെത്തിയ കാര്യം പ്രമുഖ ടയർ കമ്പനികളും അവരുടെ കോർപ്പറേറ്റ് ലോബിംഗ് കമ്പനിയായ ഓട്ടോമോട്ടീവ് ടയർ മാനുഫാക്ചറേഴ്സ് അസോസിയേഷനും കോമ്പറ്റീഷൻ നിയമം ലംഘിച്ചുകൊണ്ട് കാർട്ടൽ രൂപീകരിക്കുകയും വിവരങ്ങൾ പങ്കിടുകയും ടയർ വിലകൾ നിശ്ചയിക്കുകയും ചെയ്തുവെന്നാണ് ഈ CCI കണ്ടെത്തിയത്. CCI എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കണ്ടെത്തി. അപ്പോൾ ടയറുകൾ നിർമ്മിക്കുന്നതിനുള്ള മുഖ്യ അസംസ്കൃത വസ്തു സ്വാഭാവിക റബ്ബറാണ്. ഈ സ്വാഭാവിക റബ്ബറിന്റെ അടക്കം എല്ലാ അസംസ്കൃത വസ്തുക്കളുടെയും ആകെ വില നിജപ്പെടും. ടയറിന്റെ വില നല്ല ഉയർന്ന നിലയിൽ തന്നെയാണ്. അതിന് ടയർ കമ്പനികൾ ഒത്തുകളിച്ചു. ടയർ വില നിലനിർത്തുന്നതിനായി, ഈ ഉയർത്തിയ ടയർ വില നിലനിർത്തുന്നതിനായി ടയർ കമ്പനികൾ ഒത്തുകളിക്കുകയുണ്ടായി. ഇതിന്റെ ഭാഗമായി സംഭവിച്ചത് ഉപഭോക്താക്കളെ കൂടി വഞ്ചിക്കലാണ്. ഉപഭോക്താക്കളെ കൂടി വഞ്ചിച്ച ഈ കമ്പനികൾക്ക് അതിഭീമമായ പിഴയാണ് CCI ചുമത്തിയത്. CCI ചുമത്തിയ പിഴ 1788 കോടി രൂപയാണ്. യഥാർത്ഥത്തിൽ വേണ്ടത് ആ പിഴ ഈടാക്കി അത് ന്യായമായും കർഷകർക്ക് നടത്തപ്പെട്ടതാണ്. അത് കർഷകർക്ക് നൽകാനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. പക്ഷെ അതിന് സഹായകമായ ഒരു നടപടിയും കേന്ദ്ര സർക്കാരിൽ ഉണ്ടായിട്ടില്ല. ഇത്തരത്തിൽ കേരളത്തിന്റെ റബ്ബർ മേഖലയെ തീർത്തും അവഗണിക്കുന്ന നിലയാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. എന്നാൽ ഇതേ കേന്ദ്ര ഗവൺമെന്റ് ആസാം അടക്കമുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ റബ്ബർ കൃഷി വ്യാപിപ്പിക്കുന്നതിന് ടയർ കമ്പനികളുടെ സഹായത്തോടെ ഇൻറോഡ് എന്ന റബ്ബർ കൃഷി വികസന പദ്ധതി നടപ്പാക്കുകയും ഇതിനു പുറമെ 1947 റബ്ബർ ആക്ട് റദ്ദ് ചെയ്തുകൊണ്ട് റബ്ബർ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെന്റ് ബിൽ എന്ന പേരിൽ അങ്ങേയറ്റം കർഷക വിരുദ്ധമായ ഒരു ബിൽ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടക്കത്തിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഇത് നിയമമായ റബ്ബർ ബോർഡിന്റെ ശുപാർശ പരിഗണിക്കാതെ തോന്നും വിധം റബ്ബറിന്റെ വില നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയും. റബ്ബർ കൃഷിക്കും സംസ്കരണത്തിനും ഉപയോഗിക്കുന്ന ആസിഡുകൾക്കും ബിറ്റുവിനും പ്ലാസ്റ്റിക് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കൾക്കും വില ക്രമാതീതമായി വർദ്ധിച്ചത്
ഉൽപാദന ചെലവ് വൻതോതിൽ ഉയരുവാനിടയായി. ഒരു ഹെക്ടറിന് 25,000 രൂപ വരെ ആവർത്തന കൃഷിക്കായി നൽകിയിരുന്നത് വർഷങ്ങളായി നിർത്തിവെച്ചിരിക്കുകയാണ്. കേരളത്തിലെ റബ്ബർ കൃഷിക്കാർക്ക് റബ്ബർ ബോർഡ് ഫണ്ട് മാറ്റിവെക്കുന്നില്ല. ഒരു പ്രത്യേക വിവേചനം അതിൽ കേരളത്തിലെ റബ്ബർ കൃഷിക്കാർ നേരിടുകയാണ്. റബ്ബറിന് നിരസ്ഥിരതാ ഫണ്ട് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിരസ്ഥിരതാ ഫണ്ട് ഏർപ്പെടുത്തിയ കേരള സർക്കാരിന്റെ തീരുമാനം നടപ്പാക്കാൻ റബ്ബർ ബോർഡ് സഹകരിക്കുന്നില്ല. റബ്ബർ കൃഷിയിൽ നിന്ന് കർഷകരെ പുറന്തള്ളാനുള്ള ലക്ഷ്യമാണ് കേന്ദ്ര നീക്കത്തിന് പിന്നിൽ സംശയിക്കുന്നില്ല. റബ്ബർ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ എംപിമാർ ഈ വർഷം ആദ്യം നൽകിയ നിവേദനത്തിന് അനുകൂലമായ മറുപടിയല്ല ലഭിച്ചത്. നിഷേധാത്മകമായ മറുപടിയാണ് ലഭിച്ചത്. നിശ്ചിത റബ്ബറിന്റെയും സ്വാഭാവിക റബ്ബറിന്റെയും ഇറക്കുമതി തീരുവ ഒരുപോലെ ഉയർത്തുവാൻ റബ്ബറിന് താങ്ങുവില പ്രഖ്യാപിക്കുക എന്ന ദീർഘകാല ആവശ്യം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറല്ല. പരിമിതികൾ ഏറെയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവും ബദൽ മാർഗങ്ങളുമാണ് സംസ്ഥാന സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. UDF ഭരണകാലത്ത് കിലോയ്ക്ക് 150 രൂപയായിരുന്ന ന്യായവില LDF ഭരണകാലത്ത് 170 രൂപയായി ഉയർത്തുകയുണ്ടായി. 250 രൂപയായി ഇത് ഉയർത്തണം എന്ന ആവശ്യമാണ് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ റബ്ബർ കർഷകർക്ക് പുതുതായി കൃഷി ഇറക്കുന്നതിനും ആവർത്തന കൃഷിക്കും ഹെക്ടറിന് 25,000 രൂപ നിരക്കിൽ ധനസഹായം നൽകുന്നു. അതുകൂടാതെ റബ്ബർ തോട്ടങ്ങളിൽ റെയിൻ ഗാർഡ് ചെയ്യുന്നതിന് ഹെക്ടറിന് 5,000 രൂപ, മരുന്ന് കളിക്കുന്നതിന് ഹെക്ടറിന് 7,000 രൂപ. ഈ രീതിയിൽ ധനസഹായം നൽകുന്നു. റബ്ബർ സബ്സിഡിക്കുള്ള തുക 600 കോടി രൂപയായി ഉയർത്തുകയും ചെയ്തു. റബ്ബർ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി റബ്ബർ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് സ്കീം നടപ്പാക്കിയിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം റബ്ബറിന്റെ താങ്ങുവിലി റബ്ബർ ബോർഡ് ദിവസേന നിശ്ചയിക്കുന്ന വിലയും തമ്മിലുള്ള വ്യത്യാസം സബ്സിഡിയായി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കുന്നത്. ഒരു ഹെക്ടറിൽ പ്രതിവർഷം 1,800 കിലോഗ്രാം റബ്ബറിനാണ് ആനുകൂല്യം നൽകുക. 5 ഹെക്ടറിൽ താഴെ കൃഷിയുള്ള കർഷകർക്ക് പരമാവധി 2 ഹെക്ടറിന് ഈ സബ്സിഡി ലഭ്യമാകും. ഈ പദ്ധതിക്കായി നടപ്പ് സാമ്പത്തിക വർഷം 500 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്.
അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് 600 കോടി രൂപ നീക്കിവെക്കുക. 2022-23 40 കോടി, 23-24 180 കോടി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് റബ്ബർ ഉത്പാദന സംഘങ്ങളുടെ നവീകരണത്തിന്റെ ഭാഗമായി സംസ്കരണശാലയുടെ പ്രവർത്തനങ്ങൾക്കായി പരമാവധി 6 ലക്ഷം രൂപ വരെ ലഭ്യമാക്കുന്നു. റബ്ബർ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ക്ഷേമത്തിനായി വിദ്യാഭ്യാസ സഹായം, വൈദ്യസഹായം, ഭവന നിർമ്മാണ സഹായം, വനിതകൾക്കുള്ള പ്രത്യേക ധനസഹായം, പെൻഷൻ പദ്ധതി ഇവയെല്ലാം നടപ്പാക്കി വരുന്നു. റബ്ബറധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാർ കേരള റബ്ബർ ലിമിറ്റഡ് നിർമ്മാണം ആരംഭിച്ചു. കോട്ടയത്ത് ഒഴിവിലാണ് ആ ഫാക്ടറിയുടെ നിർമ്മാണം നടന്നത്. 1050 കോടി രൂപയാണ് ആകെ ചെലവ് ഈ പദ്ധതി പ്രവേശിക്കുന്നത്. ഇത് ലാറ്റക്സ് അധിഷ്ഠിത ഉൽപ്പന്നങ്ങളുടെ ഹബ്ബാക്കി, ആ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനാണ് ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം സിയാൽ മാധവി റബ്ബർ സംഭരണവും ലക്ഷ്യമിടുകയാണ്. പദ്ധതി പൂർത്തിയാക്കുന്നതോടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുന്നത് മാത്രമല്ല, റബ്ബർ കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും. റബ്ബർ മേഖലയുടെ കരുത്ത് വീണ്ടെടുക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. നിലനിൽക്കുന്ന കേന്ദ്ര നയങ്ങൾ തിരുത്തൽ ആവശ്യമാണ്. അത് തിരുത്തുന്നതിനുള്ള വലിയ സമ്മർദ്ദം ഉയർന്നു വരേണ്ടതുണ്ട്. അതിനുവേണ്ടി കേരളമാകെ ഒറ്റക്കെട്ടായി അണിനിരക്കുകയാണ് വേണ്ടത്. നമുക്ക് കേരളത്തിനെ ഒരുമിച്ച് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കേണ്ടതുണ്ട്.